നബിയുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, പിതാവ് കല്ലിൽ നിന്ന് ബിംബം കൊത്തിയുണ്ടാക്കുന്ന ഒരു കൽപ്പണിക്കാരനാണ്. ആ വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വാപ്പയാണെന്നും എളാപ്പയാണെന്നും അഭിപ്രായമുണ്ട്. ആസർ എന്നവർ എളാപ്പയാണെന്നും വാപ്പ താർഹ് എന്നവരാണെന്നും സ്ഥിരീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ഇമാം സുയൂത്തി തങ്ങളെ പോലെയുള്ള ആളുകൾ അതല്ല, വാപ്പയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്തോ ഇരിക്കട്ടെ, യാ അബച്ചി, എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, യാ അബച്ചി ലാ തഅബ്ദു ശൈത്വാൻ, പിതാവേ നിങ്ങൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അള്ളാഹു കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ്, ഈ പ്രപഞ്ചത്തിന് അതീതന, അവനാണിതൊക്കെ പടച്ചത്. ഒരു പടച്ചോനേ ഉള്ളൂ. ഒരു രാജ്യത്തിന് 2 പ്രസിഡന്റ് ഉണ്ടാവില്ല, 2 പ്രധാനമന്ത്രി ഉണ്ടാവില്ല, ഒരാളെ ഉണ്ടാവുള്ളൂ. ഒരു പ്രസിഡന്റേ കാണൂ, ഒരു കിങ് ഉണ്ടാവും, 2 കിങ് ഉണ്ടാവില്ല. ഇത്രയും സിമ്പിളാണ് തൗഹീദ്. വാപ്പ ഒരു ദൈവമാണ്, ഒരേ ഒരുത്തനാണ്, അള്ളാഹു എന്നാണ് റബ്ബിന്റെ പേര്. എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് ഉപ്പ. ഇത് പറയുമ്പോഴൊക്കെ യാ അബച്ചി, യാ അബച്ചി, എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. വാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലഅർജുമന്നക്, ഞാൻ നിന്നെ കല്ലെടുത്ത് ദ്രോഹിക്കും ഇബ്രാഹിമേ. നബിയും പ്രവാചകനുമായ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിയോട് വാപ്പയുടെ അല്ലെങ്കിൽ എളാപ്പയുടെ മറുപടിയാണത്. ലഅർജുമന്നക്, ഞാൻ നിന്നെ കല്ലെടുത്തെറിയും. അതിന് മറുപടി കൊടുത്തു. തിരിച്ചറിയുന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സഅസ്തഗ്ഫിറു ലക റബ്ബി, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കും അപ്പാ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം വരുന്നത്, ഇബ്രാഹിം നബിയെ, അവിശ്വാസിയായി മരിച്ചു പോകുന്ന ഒരാൾക്ക് പാപമോചനം ചോദിക്കുക പാടുള്ളതല്ല, അള്ളാഹു നിരോധിച്ചതാണ്. അള്ളാഹുവിനെ വിശ്വസിക്കാതെ പോയ ഒരാൾക്ക് മാപ്പ് കൊടുക്കണേ, ക്ഷമിക്കണേ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കണേ എന്ന് പാപമോചനം, ഇസ്തിഗ്ഫാർ, കാഫിറായി മരിച്ചുപോയ ഒരാൾക്ക് ചെയ്യുക പാടുള്ളതല്ല. ദുന്യാവിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അവർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും പടച്ചവനെ ഖൈർ കൊടുക്കണേ, രോഗം മാറ്റിക്കൊടുക്കണേ, ഏത് കാഫിറായ മനുഷ്യനും ദുആ ചെയ്യാം. അവർ സംഭാവന തന്നു, അവർക്ക് ദുന്യാവിലെ ഖൈർ കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ മരിച്ചിട്ട് പുറത്തു കൊടുക്കണേ, പാപമോചനം ചെയ്യണേ എന്ന് പറയാൻ പാടില്ല. കാരണം അത് അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തതിന് നമ്മൾ സമ്മതിക്കലാവും തത്വത്തിൽ. അതിനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു, റബ്ബേ ഞാനതറിയാതെ പറഞ്ഞു പോയതാണ്, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ,